എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക്, അതായത് അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് ക്രീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, ഈ ഒരു പേജിൽ കാണുന്ന അതായത് കുറച്ച് നമ്പേഴ്സ് കാണാം, അതാണ് ആക്സസ് കോഡ്. അത് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും, അതായത് ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികളുടെയും അതുപോലെ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെയും ഈ ഒരു അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ ഫാർമസി ഓൺലി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എന്നിങ്ങനെ സെലക്ട് ചെയ്തതും, അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ ആൻഡ് അലൈഡ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്നിങ്ങനെ 4 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ തന്നെ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് SSLC ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതും, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത സമയത്ത് നിങ്ങൾ എക്സ്ട്രാ അടക്കാനായിട്ട് വല്ല ഫീസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീസ് അടക്കാണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജൂൺ 1-ാം തീയതി വൈകിട്ട് 4 മണിക്കകം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. കാരണം പല വിദ്യാർത്ഥികളും നിരവധി സംശയങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം വഴി പ്രവേശനം നേടാൻ സാധിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി, അതായത് ഫാർമസി എന്ന് പറഞ്ഞാൽ BPharm കോഴ്സാണ്. BPharm എന്നാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. അത് ഫാർമസി കോഴ്സാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കീമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അതായത് ആദ്യത്തേത് ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ്, അതായത് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ്, അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് എന്നിങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിന് നേരെ ഇതുപോലെ ബോക്സുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ് ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും ആർക്കിടെക്ചർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്, അതായത് അതിന് റാങ്ക് ലിസ്റ്റ്, അതിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായിട്ട് പരിഗണിക്കുന്നത് നിങ്ങളുടെ നീറ്റ് പരീക്ഷയുടെ മാർക്ക് മാത്രമാണ്. അതിനായിട്ട് കീമിൽ പ്രത്യേകിച്ച് പരീക്ഷ നടത്തുന്നില്ല. നീറ്റിൻ്റെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നാറ്റ എക്സാമിനേഷൻ, NTA നടത്തുന്ന നാറ്റ എക്സാമിനേഷൻ 2024 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം ലഭ്യമാകും. അപ്പോൾ നാറ്റയുടെ സ്കോർ നോക്കിയിട്ടാണ്, നാറ്റയുടെയും നിങ്ങളുടെ +2ൻ്റെയും സ്കോർ പരിഗണിച്ചുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടാണ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുന്നത്. ഇനി നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഫാർമസി മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൊരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണോ എന്നുള്ളത് അത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമാണ് മനസ്സിലാവുക. ഫാർമസി ഓൺലി സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെമോ ഡീറ്റെയിൽസിൽ നോക്കുക. എന്തെങ്കിലും എറേഴ്സോ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫാർമസി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാവും. അപ്പോൾ എഞ്ചിനീയറിംഗും ഫാർമസിയും, ഈ ഒരു ഫാർമസിയും എഞ്ചിനീയറിംഗും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുക. അതായത് ഒന്നുകിൽ നിങ്ങൾ ഫാർമസി ഓൺലി സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗും ഫാർമസിയും രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു 3 കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. കാരണം കീം പ്രവേശന പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കും അതുപോലെ ഫാർമസി കോഴ്സിലേക്കുമുള്ള പ്രവേശന നടപടികൾ നടത്തുന്നതിനായിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് നീറ്റ് മാർക്ക് പരിഗണിച്ചുകൊണ്ടും അതുപോലെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക് NTA നടത്തുന്ന നാറ്റ എക്സാമിനേഷൻ, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ, ആ ഒരു പരീക്ഷയിലെ മാർക്കും +2ൻ്റെ മാർക്കും നോക്കിയിട്ടാണ് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് പ്രവേശനം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഫാർമസി ഓൺലി പരീക്ഷ എഴുതുന്നതായാലും എഞ്ചിനീയറിംഗ് ഓൺലി ആണെങ്കിലും അതുപോലെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി ഈ ബോത്ത് എക്സാമിനേഷൻ, അതായത് ഈ 2 എക്സാമിനേഷൻ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു
അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ രണ്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഫാർമസി ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. മെഡിക്കൽ ആൻഡ് അലൈഡ് അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതല്ല. നിങ്ങൾ ഒന്നുകിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഫാർമസി കോഴ്സോ അപേക്ഷ നൽകുമ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഫാർമസി വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ സെപ്പറേറ്റ് ആണോ, അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാർമസി ഓൺലി എഴുതിയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എക്സാം നടക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. അത് മെമ്മോ ഡീറ്റെയിൽസിൽ നോക്കി ആ ഒരു ഡീറ്റെയിൽസ് പരിഹരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. ഇനി ഫാർമസി ഓൺലി വിദ്യാർത്ഥികൾക്ക് ഫാർമസി പരീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 3 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. 90 മിനിറ്റോളമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയുടേത് 30 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫാർമസി ഓൺലി മാത്രം ടിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 6-ാം തീയതിയാണ് എക്സാം ഉണ്ടാവുക. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റ് ഡേറ്റും അതുപോലെ തന്നെ എക്സാം സെൻറ്ററും ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ 1 മണിക്ക് തന്നെ, അതായത് എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നിങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ജൂൺ 5 മുതൽ ജൂൺ 9-ാം തീയതി വരെ ഈ ഒരു ഡേറ്റിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എപ്പോഴാണ് എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് നോക്കുക. അതുപോലെ എക്സാം സെൻറ്ററും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എഞ്ചിനീയറിംഗും ഫാർമസിയും ഈ രണ്ട് ഓപ്ഷൻ, അതായത് ബോത്ത് ഓപ്ഷൻസ്, അതായത് ഈ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫാർമസിക്കും എഞ്ചിനീയറിംഗിനും സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫാർമസിയും ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് മാത്രമാണ് ഉണ്ടാവുക. രാവിലത്തെ എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനായിട്ട് ഫാർമസിക്കായിട്ട് സെപ്പറേറ്റ്, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഫാർമസിക്കായിട്ട് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് പേപ്പേഴ്സ് അല്ല സെഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെ 3 സബ്ജക്റ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു ബോത്ത്, അതായത് ഈ ഒരു രണ്ട് കാര്യങ്ങളും ടിക്ക് ചെയ്തിട്ടുണ്ട്. ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുണ്ട്, എഞ്ചിനീയറിംഗും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാം അല്ല 1 എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെപ്പറേറ്റ് 2 അഡ്മിറ്റ് കാർഡ് ഫാർമസിക്കും എഞ്ചിനീയറിംഗിനും സെപ്പറേറ്റ് ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെ 3 വിഷയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി ഓൺലി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ജൂൺ 6-ാം തീയതി ഈ ഒരു ഫാർമസിക്ക് മാത്രമായിട്ട് പരീക്ഷ നടക്കുന്നത്. ഈ ഒരു എഞ്ചിനീയറിംഗും ഫാർമസിയും സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് സെഷൻ 1 ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയും സെഷൻ 2-ൽ മാത്സുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് ഫിസിക്സിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടും കെമിസ്ട്രിയുടെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടും മാത്സിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടും രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസിന് ലഭിക്കുന്ന മാർക്കിനെ സെപ്പറേറ്റ് രേഖപ്പെടുത്തിയിട്ട് അതുപോലെ മാത്സിനും കെമിസ്ട്രിക്കും അതുപോലെ ഫിസിക്സിനും ഓരോ ക്വസ്റ്റ്യനിലും, അതായത് ആ സെക്ഷൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം ഫിസിക്സിലും കെമിസ്ട്രിക്കും ലഭിക്കുന്ന മാർക്കിനെ ഫാർമസി കോഴ്സിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റും. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ ഒരു 3 വിഷയങ്ങളുടെ മാർക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് ആ ഒരു മാർക്കിനെ മാറ്റുകയാണ് ചെയ്യുക. അല്ലാതെ എഞ്ചിനീയറിംഗ് ഫാർമസിയും 2 എക്സാമിനേഷനും എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ 2-നും അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിനും ഫാർമസിക്കുമായിട്ട് സെപ്പറേറ്റ് എക്സാം ഉണ്ടാവില്ല. ഈ ഒരു ഫാർമസി ഓൺലി എന്നുള്ള സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഫാർമസിക്ക് എക്സാം ഉള്ളത്. അതുപോലെ എഞ്ചിനീയറിംഗും ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുള്ള 2ഉം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാം ഉണ്ടാവുക, ഒരു അഡ്മിറ്റ് കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5-ാം തീയതി മുതൽ ഈ ഒരു 9-ാം തീയതി വരെയുള്ള എക്സാമിനേഷനിൽ നിങ്ങൾക്ക് രാവിലെയാണ് എക്സാമിനേഷൻ. 7:30 തന്നെ വിദ്യാർത്ഥികൾ എക്സാം അതായത് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിക്കുന്ന മാർക്കിനെ ഫാർമസി മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ട് കമ്പ്യൂട്ടർ മാറ്റിവെക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ 3 വിഷയങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ എഞ്ചിനീയറിംഗിലേക്കായിട്ട് പരിഗണിക്കുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഫാർമസി ഓൺലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ ഫാർമസി എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസി ഇവ രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. അതിൽ ലഭിക്കുന്ന മാർക്ക് വെച്ചിട്ടാണ് ഫാർമസി കോഴ്സിലേക്കും എഞ്ചിനീയറിംഗിലേക്കും നിങ്ങൾക്ക് പ്രവേശനം നൽകപ്പെടുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ജില്ലയിലായിരിക്കില്ല എക്സാമിനേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ദൂരെയുള്ള ജില്ലകളിലേക്കായിരിക്കും എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തലേ ദിവസം തന്നെ ഈ ഒരു എക്സാമിനേഷനായിട്ട് പോവേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യാത്രാ സൗകര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ കാസർഗോഡുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കൊല്ലത്തോ കോട്ടയത്തോ അല്ലെങ്കിൽ പാലക്കാടൊക്കെ സെൻറ്ററായിട്ട് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് അവരുടെ ജില്ലയിലല്ല മറ്റൊരു ജില്ലയിലാണ് എക്സാം ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസിയും ഇവ രണ്ടും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം രാവിലെ 7:30 തന്നെ എക്സാം സെൻറ്ററിൽ ഹാജരാവേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏകദേശം തലേ ദിവസം തന്നെ ഈ ഒരു എക്സാമിനേഷനായിട്ട് പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിൻ സമയവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതുക. അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരങ്ങൾ നിങ്ങൾ തെറ്റായിട്ടാണ് സെലക്ട് ചെയ്തതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്കും ഉണ്ടാകും. നെഗറ്റീവ് 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ആകെ മാർക്കിൽ നിന്നും ആ ഒരു തെറ്റായിട്ടുള്ള ഉത്തരത്തിൻ്റെ നെഗറ്റീവ് 1 മാർക്ക് കുറക്കുകയും അതുപോലെ അറ്റൻഡ് ചെയ്യാത്ത ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് 10 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അതായത് പ്രവേശനം ലഭിക്കുമോ, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 600-ലാണ് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് 600-ൽ വരുമ്പോൾ അതായത് 600-ൽ വരുന്നതിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യും, അതായത് 300-ലേക്ക് നോർമലൈസ് ചെയ്യും. അപ്പോൾ 300-ൽ നിങ്ങൾക്ക് ഒരു 10 മാർക്കെങ്കിലും മിനിമം കിട്ടിയാലാണ് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു അതായത് ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയുടേതാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ ഫാർമസി ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ മാർക്കിനെ 300-ലേക്ക് നോർമലൈസ് ചെയ്യും. 300-ൽ നിങ്ങൾക്ക് 10 മാർക്ക് മിനിമം കിട്ടിയാലാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവ ഓരോന്നിലുമല്ല ടോട്ടലായിട്ടാണ് ഈ ഒരു 300-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 300 എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 600-ലുള്ള മാർക്കിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൽ 10 മാർക്ക് നോർമലൈസ്ഡ് മാർക്ക് വേണം. അതായത് പരീക്ഷയിൽ ആകെ 10 മാർക്കല്ല, 600-നെ 300-ലേക്ക് മാറ്റുന്ന സമയത്ത് അതിൻ്റെ നേർപകുതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജയിക്കാനുള്ള അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാർക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 10 മാർക്ക് വായിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ ഒരു 600 മാർക്കിൽ ഒരു മിനിമം ഒരു 550 മാർക്കെങ്കിലും വായിക്കുക എന്നുള്ള രീതിയിൽ ആയിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെയ്യുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന ആൻസേഴ്സ് അതത് ക്വസ്റ്റ്യൻ്റേത് തന്നെയാണ് എന്നുള്ളത് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷന് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡ് അതായത് അഡ്മിറ്റ് കാർഡ് എടുക്കണം. അതായത് അഡ്മിറ്റ് കാർഡാണ് ഒന്നാമത്തെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID കാർഡ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഒറിജിനൽ ID കാർഡ് എടുക്കണം. അതുപോലെ തന്നെ ഒരു പാൻ എടുക്കണം. അപ്പോൾ ഇത്രയുമാണ് എക്സാമിനേഷന് പോകുമ്പോൾ എടുക്കേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികളെ ഒരിക്കലും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫാർമസി അതായത് ഈ ഒരു മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ കോഴ്സസ് അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിവ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് അഡ്മിറ്റ് കാർഡ് കിട്ടാത്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഫാർമസി അതായത് BPharm കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമാണ്. BPharm എന്ന് പറയുന്നതും ഫാർമസി എന്ന് പറയുന്നതും സെയിം കോഴ്സാണ്. അതായത് ജസ്റ്റ് പേര് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ജസ്റ്റ് ഡിഫറൻസ് തോന്നാമെങ്കിലും ഇത് ഒരു സെയിം അതായത് ബാച്ചിലർ ഓഫ് ഫാർമസി എന്നുള്ളതാണ് ഈ ഒരു BPharm എന്ന് പറയുന്നത്. ഫാർമസി എന്ന് പറയുന്നത് ഫാർമസി തന്നെയാണ്. അപ്പോൾ അതിലുള്ള ബാച്ചിലർ കോഴ്സ് ആയതുകൊണ്ടാണ് BPharm എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.